Today we will see how we see an object. എങ്ങനെയാണ് നാം വസ്തുക്കളെ കാണുന്നത്? അതെങ്ങനെയാണ്? ഇൻ ദ പിക്ചർ യു ക്യാൻ സീ എന്താണ്, സണ്ണിൽ നിന്ന് ലൈറ്റ് വരുന്നു. ദാറ്റ് ലൈറ്റ് ഫാൾസ് ഓൺ ആൻ ഒബ്ജക്റ്റ്. ഒരു വസ്തുവിൽ പതിക്കുന്നു. അതവിടെ പൂവാണ് അല്ലേ, ഒരു ചെടി, ആ ചെടിയിൽ പതിക്കുന്നു. അവിടെ തട്ടിയിട്ട് ആ പ്രകാശം എന്ത് ചെയ്യുന്നു? ഇറ്റ് റിഫ്ലക്റ്റസ് ടുവേഴ്സ് അവർ ഐസ്. നമ്മുടെ കണ്ണിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നു. സോ ലൈറ്റ് ഫ്രം ദ സൺ ഫാൾസ് ഓൺ എ ഓബ്ജക്റ്റ്. അവിടെ പ്ലാന്റ് ആണ് ഒബ്ജക്റ്റ്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഫ്രം ദ പ്ലാന്റ് എന്ത് ചെയ്യുന്നു? ദ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് എങ്ങോട്ട് വരുന്നു? ഇറ്റ് ഫാൾസ് ഓൺ അവർ ഐസ്. നമ്മുടെ കണ്ണിൽ പതിക്കുമ്പോഴാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? നമ്മൾ ആ വസ്തുവിനെ കാണുന്നത്. അതിനും വീണ്ടും ഒരുപാട് പ്രോസസ്സ് ഉണ്ട് അല്ലേ. ആ ഓബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു? ഇറ്റ് ഫാൾസ്, ആ കണ്ണിനകത്ത് റെറ്റിനയിൽ പോയി പതിക്കുന്നു. അതെങ്ങനെയാണ് പതിക്കുന്നത്? ഇപ്പം നമ്മൾ ഈ ഒരു മരത്തിനെ കാണുകയാണെങ്കിൽ മരം ചെറുതാകുന്നു, തല കീഴായിട്ടാണ് നമ്മുടെ റെറ്റിനയിൽ, നമ്മുടെ കണ്ണിനകത്ത് അത് പതിക്കുന്നത്. അവിടെ നിന്ന് നമ്മുടെ ബ്രെയിനിലേക്ക് പോകുമ്പോഴത്തേക്കാണ് അത് നേരെയാവുന്നു. അതിൻ്റെ ശരിക്കുള്ള വലിപ്പവും സ്ഥാനവും ഒക്കെ നമുക്ക് ശരിക്കും അറിയാൻ കഴിയുന്നു. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു വസ്തുക്കളെ കാണുന്നത്. അപ്പോൾ എന്താണ്? ലൈറ്റ് വേണം. ലൈറ്റ് വന്ന് ഒബ്ജക്റ്റിൽ തട്ടണം. ആ ഒബ്ജക്റ്റിൽ തട്ടിയതിന് ശേഷം എന്ത് ചെയ്യുന്നു? അത് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോഴത്തേക്കാണ് വി ക്യാൻ സീ ഓബ്ജക്ട്സ്. പ്ലെയിൻ മിറേഴ്സ്. ഹൗ വി ക്യാൻ recognize that a mirror is plane or not? If the surface of the mirror is plane, then we can call it as plane mirror. Rays falls on a mirror or a surface, it gets reflected. അല്ലേ, ഒരു പ്രകാശകിരണം ഒരു പ്രതലത്തിൽ, ഒരു സർഫസിൽ അല്ലെങ്കിൽ മിററിൽ പതിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? മിററിൽ പതിച്ചിട്ട് അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു. അപ്പം ആ പതിക്കുന്ന ലൈറ്റ് റേസ്, പതിക്കുന്ന പ്രകാശരശ്മിയെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഇൻസിഡൻറ്റ് റേ. പതന രശ്മി ഇങ്ങനെ ഒരു പ്രതലത്തിൽ പതിക്കുന്നു. ദാറ്റ് ഈസ് ഇൻസിഡൻറ്റ് റേ. അതുപോലെ ആ റേ എന്ത് ചെയ്യുന്നു? ആ മിററിൽ തട്ടി തിരികെ പോകുന്നു. ദാറ്റ് ഈസ് റിഫ്ലക്റ്റഡ് റേ. അപ്പം ഒരു പ്രതലത്തിൽ അല്ലെങ്കിൽ ഒരു മിററിൽ വെൻ എ ലൈറ്റ് റേസ് ഫാൾസ് ഓൺ എ മിറർ ഓർ എ സർഫസ്, ഇറ്റ് ഈസ് നോൺ ആസ് ഇൻസിഡൻറ്റ് റേ. ഒരു പ്രതലത്തിൽ പതിക്കുന്ന, വന്ന് വീഴുന്ന പ്രകാശരശ്മിയാണ് നമ്മൾ ഇൻസിഡൻറ്റ് റേ എന്ന് പറയുന്നു. അതേപോലെ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന രശ്മിയെ വി കൻ കോൾ ഇറ്റ് ആസ് റിഫ്ലക്റ്റഡ് റേ, പ്രതിഫലന രശ്മി എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കൂടെ ഈ പതന സ്ഥലത്ത് ഈ ഒരു ലൈറ്റ് റേസ് വന്ന് പതിക്കുന്ന സ്ഥലം, അതാണ് എന്താണ്? ആ ഇൻസിഡൻറ്റ് റേസ് വന്ന് പതിക്കുന്ന പോയിൻ്റ്, ആ പോയിൻറ്റിന് ലംബമായി പെർപെൻഡിക്കുലറായി നമ്മളൊരു ലൈൻ വരച്ചാൽ വി കൻ കോൾ ഇറ്റ് ആസ് നോർമൽ. അത് ആ ലൈനിനെ നമുക്ക് നോർമൽ എന്ന് വിളിക്കാം. അപ്പം ഒരു കോൺ, ഒരു ആംഗിൾ അവിടെ ഫോം ചെയ്യുകയാണ്. ഇൻസിഡൻറ്റ് റേ വന്ന് പതിക്കുന്നു. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? റിഫ്ലക്റ്റഡ് റേ പോകുന്നു. അതിൻ്റെ ആ ഇൻസിഡൻറ്റ് പോയിൻറ്റിന്, ആ പോയിൻറ്റിലൂടെ നാം ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് നോർമൽ. അപ്പോൾ രണ്ട് ആംഗിൾ ഉണ്ടാകുന്നു. നോർമലിനും ഇൻസിഡൻറ്റ് റേക്കും ഇടയ്ക്കുള്ള ഒരു ആംഗിൾ, ദാറ്റ് ഈസ് നോൺ ആസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതുപോലെ തന്നെ നോർമലിനും റിഫ്ലക്റ്റഡ് റേ അതിനും ഇടയ്ക്ക് ഒരു ആംഗിൾ ഉണ്ടാകുന്നു, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി ഇവയുടെ അളവ് ഇതെങ്ങനെയായിരിക്കണം? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എങ്ങനെയായിരിക്കണമെന്ന് കണ്ടുപിടിക്കാൻ ചെറിയൊരു പരീക്ഷണം. വി വിൽ ഡു എ സ്മോൾ എക്സ്പെരിമെൻറ്റ്. നൗ വി വിൽ ഡു ആൻ എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. മെറ്റീരിയൽസ് നീഡഡ് ആർ chart paper, transparent vessel, protractor, pen, water, soap solution, cellotape, laser torch and mirror. These are the materials we needed for this experiment. Now we have to draw a line at the center of the paper with a pen or pencil, and we have to place a transparent vessel, and in the vessel we have to fix a protractor fix ചെയ്ത് വച്ചിരിക്കണം വിത്ത് cellotape. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ആ നമ്മൾ 90 ഡിഗ്രീസ് ആയിരിക്കണം ഈ വയ്ക്കുന്നത്. ആ പ്രൊട്രാക്ടറിൻ്റെ 0 എന്ന് വരുന്നതിൻ്റെ അതേ ലൈനിനായിരിക്കും. ഇപ്പോൾ 90 ഡിഗ്രി ഇപ്പുറത്തും 90 ഡിഗ്രി ഇപ്പുറത്തുമായിട്ടാണ് വരേണ്ടത്. അപ്പോൾ ആ സെൻട്രൽ ലൈനിൽ 0 എന്നുള്ള സെൻട്രൽ ലൈനിലാണ് നമ്മൾ ആ വര വരേണ്ടതും അതിൻ്റെ മിഡിലാണ് ആ പ്രൊട്രാക്ടർ വയ്ക്കേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യണം. Now we have to fix a small mirror with the help of some clips. ക്ലിപ്പ് വെറുതെ വെച്ചാൽ അതങ്ങ് വീഴും, ഇരിക്കത്തില്ല. അതിന് പകരം എന്ത് ചെയ്യണം? വി ഹാവ് ടു യൂസ് സം ക്ലിപ്സ്.
ആ ക്ലിപ്സ് വെച്ച് എന്ത് ചെയ്യണം, ആ മിറർ ഇതിൻ്റെ മധ്യഭാഗത്തായി, പ്രൊട്രാക്ടറിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ ഒരു സൈഡിൽ ഫിക്സ് ചെയ്ത് വയ്ക്കുക. Then with the help of the laser light we have to put the light towards the mirror. മിററിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലേസർ ലൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ലൈറ്റ് അടിക്കണം. നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുന്നില്ല, കാരണം അത് റേസ് പോകുന്ന വഴിയിൽ കാണാൻ പറ്റില്ല. എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം ഒഴിക്കുക, ശുദ്ധമായ വെള്ളം ഒഴിക്കുക. എന്നിട്ട് അഗെയിൻ വി ഹാവ് ടു ട്രൈ, ഒന്നും കൂടെ നോക്കുക. ചെറുതായിട്ട് കാണാം, പക്ഷേ പോകുന്ന വഴിയും വരുന്ന വഴിയൊന്നും ശരിക്കും ക്ലിയർ ആയിട്ട് അറിയാൻ കഴിയില്ല, ഫുള്ളി വിസിബിൾ അല്ല, ഭംഗിയായിട്ട് കാണാൻ കഴിയില്ല. ഇതിനി കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഓൾ സം സോപ്പ് സൊല്യൂഷനോ അല്ലെങ്കിൽ ഡെറ്റോളോ ഒഴിക്കണം. ഇതിലേക്ക് 1-2 തുള്ളികൾ ഒഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അതൊന്ന് നിങ്ങൾ സോപ്പ് വെള്ളമോ അല്ലെങ്കിൽ ഡെറ്റോളോ ഒഴിച്ചതിന് ശേഷം ഇതിനെ എന്ത് ചെയ്യണം, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രൊട്രാക്ടർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അത് ഇളവരുത്, അതിൻ്റെ പൊസിഷനൊന്നും മാറരുത്. ആ നോർമൽ കൂടി ആ വരയിൽ തന്നെയാണ് ഇതിൻ്റെ ആ 90 ഡിഗ്രീസ് വരേണ്ടത്, അത് 0യിൽ കൂടെ തന്നെ അത് പോകണം, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സോപ്പ് വെള്ളം ഒഴിച്ചു, അത് മിക്സാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, എഗെയിൻ വി ഹാവ് ടു ട്രൈ വിത്ത് ദിസ് ലൈറ്റ്. ഈ ടോർച്ച് നമ്മൾ ലേസർ ലൈറ്റ് ഉപയോഗിച്ച് നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ഏകദേശം അറിയാൻ പറ്റും, എന്നാലും ക്ലിയർ ആയിട്ട് അറിയാൻ പോകുന്നില്ല. പോകുന്ന വഴി ഏകദേശം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പോഴൊന്നുമില്ല, ഇറ്റ്സ് നോട്ട് ക്ലിയർ. ഇനി എന്ത് ചെയ്യണം, ഇനി ക്ലിയർ ആയിട്ട് അറിയാൻ വേണമെങ്കിൽ വി ഹാവ് ടു ടേൺ ഓഫ് ദ ലൈറ്റ് ഇൻ ദ റൂമിലുള്ള ബാക്കി ലൈറ്റുകളൊക്കെ അണച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ സീ ക്ലിയർലി ദ ഇൻസിഡൻറ്റ് റേ ആൻഡ് ദ റിഫ്ലക്ടർ റേയും ശരിക്കും അറിയാൻ പറ്റുന്നു, ഇൻസിഡൻറ്റ് റേയും അറിയാൻ പറ്റും. നമുക്കിത് നോക്കാം. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോക്കിയോ, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും, ആംഗിൾ ഓഫ് ഐ എന്ന് വെച്ചാൽ ഇൻസിഡൻസ്, മറ്റേ R എന്ന് വെച്ചാൽ റിഫ്ലക്ഷൻ, അത് 30. ഇൻസിഡൻറ്റ് ആംഗിൾ 30, റിഫ്ലക്ഷൻ ആംഗിൾ എത്രയാണ്, അവിടെയും അത് എത്രയാണ്, 30. കാരണം നമ്മൾ 0യിലാണ് ആ നോർമൽ ഉള്ളത്. അപ്പുറവും ഇപ്പുറവും നമുക്ക് നോക്കുമ്പോൾ എന്താ അറിയാം, നമുക്ക് 30 എണ്ണം, രണ്ടും ഒരേ അളവ്. ഇനി നമുക്ക് ഇത്ര കൂടെ ഇനി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പതിക്കുന്ന ആംഗിൾ ഒന്ന് മാറ്റി ഇത്ര കൂടെ വലുതാക്കി നമ്മൾ, അപ്പോൾ എന്താണ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 50 ആണ് ആംഗിള്. അതേസമയം അപ്പുറത്ത് നോക്കാം, അവിടെ എന്താണ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയായിരിക്കും, 50 തന്നെ ആയിരിക്കും. രണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും സെയിം ആയിട്ട് വന്നു. ഇന്ന് വീണ്ടും നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറയ്ക്കുകയാണ്. അപ്പോൾ കുറച്ച് നമ്മൾ 20-ലെത്തിച്ചു. അപ്പോൾ ആ നോർമലിൻ്റെ വരെയും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്, 20, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്രയാണ്, 20. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ ആൻഡ് ഇൻസിഡൻസ്, ബോത്ത് ആർ ദ സെയിം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ വിൽ ബി ദ സെയിം. ദിസ് ഈസ് ദ പോയിന്റ് ദാറ്റ് വി അണ്ടർസ്റ്റുഡ് ഫ്രം ദിസ് എക്സ്പെരിമെൻറ്റ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരീക്ഷണം ചെയ്തത്. വേറെ രീതിയിൽ ഏതെങ്കിലും ചെയ്ത് നോക്കിയാലോ, നമുക്ക് ഈ വെള്ളവും വെസലും ഒന്നുമില്ലാതെ എയറിൽ വെച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും അറിയാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, അതെടുത്ത് മാറ്റുന്നു, വെസലും വെള്ളമൊക്കെ എടുത്ത് മാറ്റിയിട്ട് മിററും പ്രൊട്രാക്ടറും മാത്രമേ ഉള്ളൂ. പിന്നെ ആ പേപ്പറിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈറ്റ് അടിച്ച് നോക്കിയാൽ ആ 2 വഴിയും വിസിബിൾ അല്ലേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസും റിഫ്ലക്ഷനും അത്ര വിസിബിൾ അല്ല, നമുക്ക് ശരിക്കും അളന്നെടുക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ ആ വെള്ളവും വെസലും ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റും ശരിക്കും. അതിനുവേണ്ടി നിങ്ങൾ മുഖത്തിടുന്ന ടാൽക്കം പൗഡർ എടുത്തിട്ട് നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ ഒന്ന് ഊതി കൊടുക്കുമ്പോൾ നമുക്ക് ആ 2 റേസും ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് നമുക്കിത് അളക്കാൻ പറ്റും.